ഇതിൻ്റെ പേര് വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് ടർബൈൻ ആണ്. ഇത് ഹൈവേയിൽ വെക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഹൈവേയിൽ വെച്ച് ഒരു മിനിമം സ്പീഡ് കിട്ടുമ്പോൾ കാറ്റടിക്കുമ്പോൾ നമുക്ക് വോൾട്ടേജ് കിട്ടും, അതിന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം വർക്കിംഗ് മോഡലിൽ RPM HSS കൊല്ലങ്കോട് പാലക്കാട് ജില്ലയിൽ നിന്നുള്ളവരാണ് സർവേഷും വൈഷ്ണവും. ഇവരുണ്ടാക്കിയിരിക്കുന്നത് ഒരു വെർട്ടിക്കൽ വിൻഡ് മില്ലാണ്. എങ്ങനെയാണ് ഈ ഒരു വിൻഡ് മില്ല് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത്? നമുക്ക് വെയിറ്റ് ആവശ്യമുള്ള സാധനമാണ് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ടീം വെച്ച് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് അലുമിനിയം ഷീറ്റാണ്, തിന്നായിട്ടുള്ളത്. കാരണം വിൻഡിന് ഫ്ലോ കിട്ടുമ്പോൾ അത് കറങ്ങാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൈനാമോ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ റെക്ടിഫയർ, പിന്നെ നമ്മൾ LED ചെയ്തിട്ടുണ്ട്, പിന്നെ റീചാർജബിൾ ബാറ്ററി, നമുക്ക് എനർജി സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി. നമ്മളിത് നിർമ്മിച്ചത് സ്ക്രാപ്പിൽ നിന്നാണ് മെയിനായിട്ട്. നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ തുച്ഛമായ ചിലവിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഓരോ ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ പോയി നമ്മൾ കളക്ട് ചെയ്തു. പിന്നെ റെക്ടിഫയറും മറ്റേ സ്കൂളിലുണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ സോൾഡറിങ് ചെയ്ത്. ഹൈവേസിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല കറണ്ട്. കാരണം നമുക്ക് ഇങ്ങോട്ടൊരു വണ്ടി പാസ് ചെയ്താലും അങ്ങോട്ടൊരു വണ്ടി പാസ് ചെയ്താലും ഇതിൻ്റെ ഇടയിൽ ഒരു കാറ്റുണ്ടാവും, അത് വെച്ച് നമുക്ക് ഇത് കറക്കാൻ പറ്റും. അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. ഇന്ത്യയിൽ തന്നെ 45,000 കിലോമീറ്ററാണ് 4 ലൈൻ ഹൈവേസ് ഉള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ 1 കിലോമീറ്ററിൽ നമുക്ക് 4 വിൻമിൽ വയ്ക്കാം. പിന്നെ നമുക്കിപ്പോൾ ഹോറിസോണ്ടൽ വിൻമിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 1.5 crore സംതിങ് ആവശ്യമുണ്ട്. ആ സാധനം ആ ഒരു കോസ്റ്റിൽ നമുക്കിതിൽ 35-40 അത്രയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.